So next topic, solution of difference equation. Solution of difference equation. നമ്മൾ ഇതുപോലെ തന്നെ സൊല്യൂഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിച്ചിരുന്നു. എ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഡിഫറൻസ് ഇക്വേഷൻ. നമ്മൾ ഇതേപോലെ കണ്ടിന്യൂസ് ടൈം സിസ്റ്റം ക്യാൻ ബി ഡിസ്ക്രൈബ് ബൈ എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് മൊഡ്യൂളിൽ നമ്മൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഉപയോഗിച്ചിട്ടാണ് അത് സോൾവ് ചെയ്തെങ്കിൽ ഇൻ ദിസ് കേസ് വി ആർ ഗോയിങ് ടു സോൾവ് ഡിഫറൻസ് ഇക്വേഷൻ ബൈ യൂസിങ് സെറ്റ് ട്രാൻസ്ഫോം. We are solving differential equation by using Laplace transform. We are solving difference equation by using Z transform. So y of n minus half y of n minus 1 is equal to x of n minus half x of n minus 1. This is the question. A discrete time system is characterized by the difference equation y of n minus half y of n minus 1 is equal to x of n minus half x of n minus 1. Whose initial conditions are y of minus 1 is equal to 1 and x of minus 1 is equal to 0. അപ്പോൾ നമുക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ y of n ആണ് ലാസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇൻവേഴ്സ് സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കേണ്ടി വരും, എന്നിട്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ തന്നിരിക്കുന്ന ഡിഫറൻസ് ഇക്വേഷനിൽ നമ്മൾ ആദ്യം തന്നെ അതിനെ എന്ത് ചെയ്യുക, സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് അതിന് രണ്ട് റെസ്പോൺസസ് ഉണ്ട്. പഴയ മൊഡ്യൂളിൽ പഠിച്ച പോലെ തന്നെ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ച പോലെ തന്നെ നാച്ചുറൽ റെസ്പോൺസ് ആൻഡ് ഫോഴ്സ്ഡ് റെസ്പോൺസ്. നാച്ചുറൽ റെസ്പോൺസ് ഡ്യൂ ടു ഇനീഷ്യൽ കണ്ടീഷൻ, ഫോഴ്സ്ഡ് റെസ്പോൺസ് ഡ്യൂ ടു ഇൻപുട്ട്. അപ്പോൾ രണ്ട് തരം റെസ്പോൺസ് ഉണ്ട്, നാച്ചുറൽ റെസ്പോൺസും ഫോഴ്സ്ഡ് റെസ്പോൺസും. നാച്ചുറൽ റെസ്പോൺസ് ഡ്യൂ ടു ഇനീഷ്യൽ കണ്ടീഷൻസ്, ഫോഴ്സ്ഡ് റെസ്പോൺസ് ഡ്യൂ ടു ഇൻപുട്ട്. അപ്പോൾ രണ്ട് റെസ്പോൺസ്, നാച്ചുറൽ റെസ്പോൺസും ഫോഴ്സ്ഡ് റെസ്പോൺസും. ഫോഴ്സ്ഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ടു ഇൻപുട്ടാണ്, ഡ്യൂ ടു ഇൻപുട്ട്. നാച്ചുറൽ റെസ്പോൺസ് ഡ്യൂ ടു ഇനീഷ്യൽ കണ്ടീഷൻ, ഇനീഷ്യൽ കണ്ടീഷൻ മൂലമുള്ള റെസ്പോൺസാണ് നാച്ചുറൽ റെസ്പോൺസ്. അപ്പോൾ സീറോ ഇൻപുട്ട് റെസ്പോൺസ് എന്നും അതറിയപ്പെടും. ഫോഴ്സ്ഡ് റെസ്പോൺസ് പറഞ്ഞാൽ ഫോഴ്സ്ഡ് റെസ്പോൺസ് ഈസ് ഡ്യൂ ടു ഇൻപുട്ട്, അത് സീറോ നാച്ചുറൽ റെസ്പോൺസ് ആണ്. അപ്പോൾ സീറോ ഇൻപുട്ട് റെസ്പോൺസ്, സീറോ സ്റ്റേറ്റ് റെസ്പോൺസ് ഓർ നാച്ചുറൽ റെസ്പോൺസ്. ഒന്നുകൂടി ഞാൻ പറയാം, ഫോഴ്സ്ഡ് റെസ്പോൺസ് പ്ലസ് നാച്ചുറൽ റെസ്പോൺസ്, അങ്ങനെ രണ്ട് തരം റെസ്പോൺസ്. ഫോഴ്സ്ഡ് റെസ്പോൺസ് പറഞ്ഞാൽ ഡ്യൂ ടു ഇൻപുട്ട്, നാച്ചുറൽ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഡ്യൂ ടു ഇനീഷ്യൽ കണ്ടീഷൻ. നാച്ചുറൽ റെസ്പോൺസ് ഡ്യൂ ടു ഇനീഷ്യൽ കണ്ടീഷൻ, ഫോഴ്സ്ഡ് റെസ്പോൺസ് ഡ്യൂ ടു ഇൻപുട്ട്. അപ്പോൾ ഈ ഫോഴ്സ്ഡ് റെസ്പോൺസ് ഈസ് ഓൾസോ നോൺ ആസ് സീറോ സ്റ്റേറ്റ്, കാരണം ഇൻപുട്ട് മൂലമുള്ള റെസ്പോൺസ്. അപ്പോൾ സീറോ സ്റ്റേറ്റ് ഓർ സീറോ ഇനീഷ്യൽ കണ്ടീഷൻ റെസ്പോൺസ്. ഫോഴ്സ്ഡ് റെസ്പോൺസ് പറഞ്ഞാൽ ഇൻപുട്ട് മൂലമുള്ള റെസ്പോൺസ് ആണ്, അതിന് പറയുന്ന പേരാണ് സീറോ സ്റ്റേറ്റ് റെസ്പോൺസ്. ക്ലിയർ? നാച്ചുറൽ റെസ്പോൺസ് ഡ്യൂ ടു ഇനീഷ്യൽ കണ്ടീഷൻ, അതിന് പറയുന്ന പേരാണ് സീറോ ഇൻപുട്ട് റെസ്പോൺസ്. അപ്പോൾ ടോട്ടൽ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഡ് റെസ്പോൺസ് പ്ലസ് നാച്ചുറൽ റെസ്പോൺസ്. നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഇതേപോലെ തന്നെ പഠിച്ചിരുന്നു, അതേപോലെ തന്നെയാണ്, യാതൊരു വ്യത്യാസമില്ല. വ്യത്യാസം അവിടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടിന്യൂസ് ടൈം സിസ്റ്റം, ഇവിടെ ഡിഫറൻസ് ഇക്വേഷൻ ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റം. ഇത് രണ്ട് സൊല്യൂഷൻ ഉണ്ട്, ഒന്ന് ഫോഴ്സ്ഡ് റെസ്പോൺസ്, ഒന്ന് നാച്ചുറൽ റെസ്പോൺസ്. ഫോഴ്സ്ഡ് റെസ്പോൺസ് ഈസ് ഡ്യൂ ടു ഇൻപുട്ട്, ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സീറോ സ്റ്റേറ്റ് റെസ്പോൺസ്. നാച്ചുറൽ റെസ്പോൺസ് ഈസ് നോൺ ആസ് Natural response is due to initial conditions. It is also known as zero input response. Question തന്നിട്ടുണ്ട് y of n minus half y of n minus 1 is equal to x of n minus half x of n minus 1. Initial conditions are y of minus 1 is equal to 1 and x of minus 1 is equal to 0. Find y of n. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ടില്ല. ഫൈൻഡ് y of n when x of n is equal to u of n. ഇതാണ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടി ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. A discrete time system is characterized by the difference equation y of n minus half y of n minus 1 is equal to x of n minus half x of n minus 1 whose initial conditions are y of minus 1 is equal to 1 and x of minus 1 is equal to 0. Find y of n when x of n is equal to u of n. അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇനീഷ്യൽ കണ്ടീഷൻ തന്നുള്ളതുകൊണ്ട് നാച്ചുറൽ റെസ്പോൺസ് ഉണ്ട്. ഇൻപുട്ട് തന്നിട്ടുണ്ട്, ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് എൻ ആണ്. ഇൻപുട്ട് എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു യു ഓഫ് എൻ, അതായത് എന്താ പറയുക, യൂണിറ്റ് സ്റ്റെപ്പ് സീക്വൻസ്. അപ്പോൾ ഇൻപുട്ട് തന്നിട്ടുള്ളത് കൊണ്ട് ഫോഴ്സ്ഡ് റെസ്പോൺസ് ഉണ്ട്, ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുള്ളത് കൊണ്ട് നാച്ചുറൽ റെസ്പോൺസ് ഉണ്ട്. ഇൻപുട്ട് തന്നിട്ടുള്ളത് കൊണ്ട് ഫോഴ്സ്ഡ് റെസ്പോൺസ് ഉണ്ട്, ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുള്ളത് കൊണ്ട് നാച്ചുറൽ റെസ്പോൺസ് ഉണ്ട്. അപ്പോൾ രണ്ട് റെസ്പോൺസും ഉണ്ട്, സീറോ സ്റ്റേറ്റ് റെസ്പോൺസ് ഉണ്ട്, സീറോ ഇൻപുട്ട് റെസ്പോൺസും ഉണ്ട്. നോക്കാം. അതിനു മുമ്പ്, ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏറ്റവും ആദ്യം തന്നിരിക്കുന്ന ഡിഫറൻസ് ഇക്വേഷനെ സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനായിട്ട് താഴെ പറയുന്ന ഫോർമുല ബൈഹാർട്ട് ചെയ്യണം. y of n-ൻ്റെ സെറ്റ് ട്രാൻസ്ഫോം ആണ് ക്യാപിറ്റൽ y of z. y of n minus 4 അതിൻ്റെ സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. y of n minus 4 എന്ന് പറഞ്ഞാൽ z raised to minus 4 into y of z പ്ലസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ അവിടെ മൈനസ് ആണ്, z raised to minus 4 into y of z പ്ലസ് z raised to minus 3 into y of minus 1. ഇനീഷ്യൽ കണ്ടീഷൻ എഴുതുമ്പോൾ സ്മോൾ ലെറ്റർ ആണ് വേണ്ടത്. പ്ലസ് z raised to minus 2 into y of minus 2 പ്ലസ്
അതായത് -4 -3 z raised to -4 z raised to -3 z raised to -2 into y of -2 plus z raised to -1 into y of -3 z-ൻ്റെ പവർ ഇങ്ങനെ -4 -3 -2 -1 z raised to 0 വരെ വരണം z raised to 0 അപ്പോൾ z raised to -1 y of -3 plus z raised to 0 into y of -1 സോറി y of -4 ഇനീഷ്യൽ കണ്ടീഷൻസ് ഇങ്ങനെ കൂടി വരണുണ്ടോ y of -1 y of -2 y of -3 y of -4 അപ്പോൾ എവിടെ വരെ പോകണം z raised to 0ൻ്റെ ടേം വരെ പോകണം ക്ലിയർ y of n-4 എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കുക z raised to -4 ഇൻറ്റു ക്യാപിറ്റൽ y of z ഫസ്റ്റ് ടേം അത് കഴിഞ്ഞാൽ പ്ലസ് പിന്നെ z raised to -3 -4 എന്നുള്ളത് -3 ആകും പിന്നെ ഫസ്റ്റത്തെ ഇനീഷ്യൽ കണ്ടീഷൻ y of -1 പ്ലസ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കേണ്ടത് ആദ്യത്തെ ടേമിൽ z raised to -4 പിന്നത്തെ ടേമിൽ z raised to -3 പിന്നത്തെ ടേമിൽ z raised to -2 പിന്നത്തെ ടേമിൽ z raised to -1 പിന്നത്തെ ടേമിൽ z raised to 0 എല്ലാത്തിൻ്റെ ഇടയ്ക്കും പ്ലസ് ഇനി ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എപ്പോഴും ക്യാപിറ്റൽ y of z സെക്കൻഡ് ടേമിൻ്റെ കൂടെ y of -1 ഇനീഷ്യൽ കണ്ടീഷൻസ് ആണ് തേർഡ് ടേമിൻ്റെ കൂടെ y of -2 അടുത്തതിൻ്റെ കൂടെ y of -3 അടുത്തതിൻ്റെ കൂടെ y of -4 എവിടെ വരെ എഴുതേണ്ടത് z raised to 0 ഇതേപോലെ നോക്കൂ y of n-3 എന്ന് പറഞ്ഞാൽ എന്താ തുടങ്ങുക z raised to -3 n-3 അവസാനിച്ചുകൊണ്ടാണ് z raised to -3 ഇൻറ്റു y of z ഫസ്റ്റത്തെ ടൈം എപ്പോഴും ക്യാപിറ്റൽ y of z പ്ലസ് ഇനി എന്താ പറയുക നോക്കിയാൽ ഓരോ ടൈമിലും z raised to -3 കഴിഞ്ഞാൽ z raised to -2 z raised to -1 z raised to 0 z raised to 0 എത്രയാണ് 1 അതുകൊണ്ടാണ് അവിടെ എഴുതാൻ ഞാൻ z raised to 0 വരെ എഴുതണം പിന്നെ എന്താ വരിക z raised to -3 ഇൻറ്റു y of z പ്ലസ് z raised to -2 ഇൻറ്റു y of -1 പ്ലസ് z raised to -1 ഇൻറ്റു y of -2 പ്ലസ് z raised to 0 into y of -3 അപ്പോൾ y of n-2 എന്താ വരിക z raised to -2 into y of z പ്ലസ് z raised to -1 into y of -1 പ്ലസ് z raised to 0 into y of -2 അപ്പോൾ ഫസ്റ്റത്തെ ടേമിൻ്റെ കൂടെ ക്യാപിറ്റൽ y of z അടുത്ത ടേമുകളുടെ കൂടെ ഫസ്റ്റ് ഇനീഷ്യൽ കണ്ടീഷൻ y of -1 സെക്കൻഡ് ഇനീഷ്യൽ കണ്ടീഷൻ y of -2 തേർഡ് ഇനീഷ്യൽ കണ്ടീഷൻ y of -3 അങ്ങനെ പോകും എവിടെ വരെ വേണം z raised to 0 വരെ അപ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഡിഫറൻസ് ഇക്വേഷനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തെ ഡിസ്ക്രീറ്റ് എൽ ടി എ സിസ്റ്റത്തെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഡിഫറൻസ് ഇക്വേഷൻ അതിന് രണ്ട് സൊല്യൂഷൻ ഉണ്ട് ഫോഴ്സ്ഡ് റെസ്പോൺസ് ആൻഡ് നാച്ചുറൽ റെസ്പോൺസ് Natural response is due to initial condition. It is also known as zero input response. Forced response is due to input. It is also known as zero state response. ഏറ്റവും ആദ്യം ഇത് ചെയ്യേണ്ട വിധം എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് വായിച്ചു നോക്കുക ഈ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് പറയാൻ പോകുന്ന പ്രോബ്ലത്തിൽ y of n minus half y of n minus 1 is equal to x of n minus half x of n minus 1 എന്നുള്ളതിൽ ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട് അതുകൊണ്ട് നാച്ചുറൽ റെസ്പോൺസ് ഉണ്ട് ഇൻപുട്ട് തന്നിട്ടുണ്ട് അതുകൊണ്ട് എന്താ പറയുക ഫോഴ്സ് റെസ്പോൺസ് ഉണ്ട് ഇൻപുട്ട് തന്നിട്ടില്ലെങ്കിൽ ഫോഴ്സ് റെസ്പോൺസ് ഇല്ല ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടില്ലെങ്കിൽ നാച്ചുറൽ റെസ്പോൺസ് ഇല്ല ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടില്ലെങ്കിൽ ടേക്ക് ഇറ്റ് ആസ് 0 y of -1 y of -2 എന്ന് തന്നിട്ടില്ലെങ്കിൽ ടേക്ക് ഇറ്റ് ആസ് 0 ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടില്ലെങ്കിൽ ഇവിടെ ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട് എല്ലാ ഇനീഷ്യൽ കണ്ടീഷൻസ് ഇല്ലെങ്കിൽ തന്നിട്ടുള്ള ഇനീഷ്യൽ കണ്ടീഷൻസിൻ്റെ വാല്യൂ കൊടുക്കുക തരാത്തതിൻ്റെയൊക്കെ 0 കൊടുക്കുക ഇനി നമുക്കിത് ചെയ്യാം ഏറ്റവും ആദ്യം ഈ ഫോർമുലയൊക്കെ ബൈഹാർട്ട് ചെയ്യണം എങ്ങനെയാണ് y of n-3 y of n-4 അല്ലെങ്കിൽ x of n-3 x of n-4 ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഡിഫറൻസ് ഇക്വേഷൻ്റെ സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക നോക്കൂ അപ്പോൾ ഫസ്റ്റത്തെ എന്താ y of n മൈനസ് ഹാഫ് y of n-1 എന്നാണ് y of n സെറ്റ് ട്രാൻസ്ഫോം ക്യാപിറ്റൽ y of z മൈനസ് y of n-1 എന്താ വരിക ഹാഫ് ഇൻറ്റു y of n-1 z raised to -1 ഇൻറ്റു ക്യാപിറ്റൽ y of z അല്ലേ z raised to -1 ഇൻറ്റു ക്യാപിറ്റൽ y of z മൈനസ് z raised to 0 ഇൻറ്റു y of -1 കഴിഞ്ഞു അപ്പോൾ z raised to -1 ഇൻറ്റു y of z മൈനസ് z raised to 0 ഹാഫ് ഇട്ടിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഹാഫ് ഇൻറ്റു z raised to -1 ഇൻറ്റു y of z മൈനസ് z raised to 0 ഇൻറ്റു y of -1 z raised to 0 എത്രയാ 1 ഇൻറ്റു y of -1 ഈ ബ്രാക്കറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒറ്റയടിക്ക് നേരിട്ട് എഴുതിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ y of n-ൻ്റെ സെറ്റ് ട്രാൻസ്ഫോം y of z മൈനസ് ഹാഫ് ഇൻറ്റു സ്ക്വയർ ബ്രാക്കറ്റ് z raised to -1 ഇൻറ്റു y of z മൈനസ് z raised to 0 ഇൻറ്റു y of -1 ബ്രാക്കറ്റ് ക്ലോസ് അപ്പോൾ ഹാഫ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ എഴുതി ഈക്വൽ ടു അടുത്ത് എന്താ വരിക റൈറ്റ് സൈഡിൽ എന്താ x of n-ൻ്റെ സെറ്റ് ട്രാൻസ്ഫോം ക്യാപിറ്റൽ x of z അത് പ്രത്യേകം ശ്രദ്ധിക്കണം ക്യാപ്സ് തന്നെ എഴുതണം y of n-ൻ്റെ സെറ്റ് ട്രാൻസ്ഫോം ക്യാപിറ്റൽ y of z ഇനീഷ്യൽ കണ്ടീഷൻസ് എല്ലാം സ്മോൾ ലെറ്റർ അപ്പോൾ x of n-ൻ്റെ സെറ്റ് ട്രാൻസ്ഫോം ക്യാപിറ്റൽ x of z മൈനസ് ഹാഫ് ഇൻറ്റു സ്ക്വയർ ബ്രാക്കറ്റ് x of n-1ൻ്റെ സെറ്റ് ട്രാൻസ്ഫോം ഹാഫ് ഇൻറ്റു z raised to -1 ഇൻറ്റു ക്യാപിറ്റൽ x of z മൈനസ് z raised to 0 ഇൻറ്റു x of -1 z raised to 0 അവസാനിപ്പിക്കുക ഇനി അത് ബ്രാക്കറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ബ്രാക്കറ്റിലെ പുറത്തുള്ള ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ x of z മൈനസ് ഹാഫ് z raised to -1 ഇൻറ്റു x of z മൈനസ് ഹാഫ് ഇൻറ്റു x of -1 അടുത്ത സ്റ്റെപ്പിൽ
ഈ വൈ ഓഫ് സെറ്റിൻ്റെ ടേംസ് എല്ലാം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അതിന് റൈറ്റ് സൈഡിൽ ഒറ്റ വൈ ഓഫ് സെറ്റിൻ്റെ ടേം ഇല്ല. റൈറ്റ് സൈഡിൽ ഒറ്റ വൈ ഓഫ് സെറ്റിൻ്റെ ടേമിൽ ഉണ്ടെങ്കിൽ വൈ ഓഫ് സെറ്റിൻ്റെ ടേം എല്ലാം ഒരു സൈഡിൽ എക്സ് ഓഫ് സെറ്റിൻ്റെയും ഇനീഷ്യൽ കണ്ടീഷൻസിൻ്റെയും ടേം എല്ലാം റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. ഇവിടെ അങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പോൾ വൈ ഓഫ് സെറ്റിൻ്റെ ടേം എല്ലാം ലെഫ്റ്റ് സൈഡിലാണ് കിടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുക. വൈ ഓഫ് സെറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട ടേംസും ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. എക്സ് ഓഫ് സെറ്റും ഇനീഷ്യൽ കണ്ടീഷൻസും റൈറ്റ് സൈഡിലേക്ക് പോവുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ വൈ ഓഫ് സെറ്റ് പുറത്തേക്ക് എടുക്കുക. ഇൻറ്റു എന്താ പുറത്തേക്ക് എടുക്കുമ്പോൾ കോമൺ ഫാക്ടറായിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ 1 മൈനസ് ഹാഫ് സെഡ് റൈസ് ടു മൈനസ് 1 ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് കിട്ടിയത്? വൈ ഓഫ് സെറ്റ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഫസ്റ്റത്തിൽ വൈ ഓഫ് സെറ്റ് ഇൻറ്റു 1 മൈനസ് ഹാഫ് സെഡ് റൈസ് ടു മൈനസ് 1. ഇനി ഈ മൈനസ് ഹാഫ് വൈ ഓഫ് മൈനസ് 1 എന്നുള്ളത് ഇനീഷ്യൽ കണ്ടീഷനാണ്. അത് റൈറ്റ് സൈഡിലേക്ക് പോയി. അപ്പം ഇനി ലെഫ്റ്റ് സൈഡിലൊന്നുമില്ല. ഇസ് ഈക്വൽ ടു അടുത്തത് ഇനീഷ്യൽ കണ്ടീഷൻ റൈറ്റ് സൈഡിൽ ഇൻപുട്ടും ഒരു സെറ്റ്, ഇൻപുട്ട് ഒരു സെറ്റ്, ഇനീഷ്യൽ കണ്ടീഷൻസ് വേറെ സെറ്റ്. അപ്പോൾ പക്ഷേ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് സെറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട ടൈമാണ് കേട്ടോ. അപ്പോൾ എക്സ് ഓഫ് സെറ്റ് മൈനസ് ഹാഫ് സെറ്റ് റൈസ് ടു മൈനസ് 1 എക്സ് ഓഫ് സെറ്റ്. അപ്പോൾ എക്സ് ഓഫ് സെറ്റിൻ്റെ 2 ടേം ഉണ്ട്. അപ്പോൾ അത് കോമൺ ഫാക്ടറായിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ എക്സ് ഓഫ് സെറ്റ് ഇൻറ്റു 1 മൈനസ് ഹാഫ് സെറ്റ് റൈസ് ടു മൈനസ് 1. പിന്നെ എന്താണുള്ളത്? പ്ലസ് ബാക്കി എത്ര ഇനീഷ്യൽ കണ്ടീഷൻസ് ഉണ്ട്? 2 ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ട്. ഒന്ന് മൈനസ് ഹാഫ് എക്സ് ഓഫ് മൈനസ് 1 പ്ലസ് പിന്നെ മൈനസ് 1/2 വൈ ഓഫ് മൈനസ് 1 ഇപ്പുറത്തേക്ക് വന്നപ്പോൾ പ്ലസ് 1/2 വൈ ഓഫ് n മൈനസ് 1. ഫസ്റ്റ് സെറ്റ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചു. വൈ ഓഫ് സെറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട ടേംസും ലെഫ്റ്റ് സൈഡിലേക്ക്, എക്സ് ഓഫ് സെറ്റും അതിൻ്റെ ബന്ധപ്പെട്ട ടേംസും ഇനീഷ്യൽ കണ്ടീഷൻസും റൈറ്റ് സൈഡിൽ. റൈറ്റ് സൈഡിൽ 2 ഗ്രൂപ്പായിട്ട് നമ്മളുടെ മനസ്സിലൊരു ക്ലാസിഫിക്കേഷൻ വേണം. എക്സ് ഓഫ് സെറ്റിൻ്റെ ഗ്രൂപ്പ് 1, ഇനീഷ്യൽ കണ്ടീഷൻസിൻ്റെ ഗ്രൂപ്പ് 1. എന്തിനാ അത്? എക്സ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് എന്നിൻ്റെ സെറ്റ് ട്രാൻസ്ഫോമാണ് എക്സ് ഓഫ് സെറ്റ്. എക്സ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട്. അപ്പോൾ എക്സ് ഓഫ് സെറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഫോഴ്സ്ഡ് റെസ്പോൺസും ഇനീഷ്യൽ കണ്ടീഷൻസായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് നാച്ചുറൽ റെസ്പോൺസുമാണ്. കാരണം അതായത് ഫോഴ്സ്ഡ് റെസ്പോൺസ് ഈസ് ഡ്യൂ ടു ഇൻപുട്ടാണ്, നാച്ചുറൽ റെസ്പോൺസ് ഡ്യൂ ടു ഇനീഷ്യൽ കണ്ടീഷൻ. അപ്പോൾ റൈറ്റ് സൈഡിലത്തെ 2 ഗ്രൂപ്പായിട്ട് നമ്മളുടെ മനസ്സിലൊരു ക്ലാസിഫിക്കേഷൻ വേണം. അപ്പോൾ എക്സ് ഓഫ് സെറ്റിൻ്റെ ഗ്രൂപ്പ് വേറെ, ഇനീഷ്യൽ കണ്ടീഷൻസിൻ്റെ ഗ്രൂപ്പ് വേറെ. എക്സ് ഓഫ് സെറ്റിൽ നിന്ന് കിട്ടുന്ന ആൻസർ ഫോഴ്സ്ഡ് റെസ്പോൺസും ഇനീഷ്യൽ കണ്ടീഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസർ നാച്ചുറൽ റെസ്പോൺസും ആണ്. ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. അടുത്ത സ്റ്റെപ്പിൽ റൈറ്റ് സൈഡിൽ എക്സ് ഓഫ് സെറ്റ് ഇൻറ്റു 1 മൈനസ് ഹാഫ് സെറ്റ് റൈസ് ടു മൈനസ് 1 മൈനസ് ഹാഫ് ഇൻറ്റു എക്സ് ഓഫ് മൈനസ് 1 പ്ലസ് ഹാഫ് ഇൻറ്റു വൈ ഓഫ് മൈനസ് 1. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനിയാണ് നമ്മൾ അപ്പോൾ ഇനി ഇനീഷ്യൽ കണ്ടീഷൻസിന് വില കൊടുക്കാം. ഇനി നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് അപ്പോൾ എന്ത് ചെയ്തു? വൈ ഓഫ് സെറ്റ് ഇനി എന്താ ചെയ്യുക? ഈ വൈ ഓഫ് സെറ്റ് അവിടെ നിർത്തി. വൈ ഓഫ് സെറ്റിൻ്റെ അടുത്ത ഒരു 1 മൈനസ് ഹാഫ് സെറ്റ് റൈസ് ടു മൈനസ് 1 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇൻറ്റു 1 മൈനസ് ഹാഫ് സെറ്റ് റൈസ് ടു മൈനസ് 1 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് ഹാഫ് സെറ്റ് റൈസ് ടു മൈനസ് 1. അപ്പോൾ ഞാൻ പറഞ്ഞു 2 ഗ്രൂപ്പാക്കി തിരിക്കണം. എക്സ് ഓഫ് സെറ്റിൻ്റെ ഒരു ഗ്രൂപ്പ്, അപ്പോൾ എക്സ് ഓഫ് സെറ്റ് ഇൻറ്റു 1 മൈനസ് ഹാഫ് സെറ്റ് റൈസ് ടു മൈനസ് 1 ആണ് എക്സ് ഓഫ് സെറ്റിൻ്റെ ഗ്രൂപ്പ്. അത് ഡിവൈഡഡ് ബൈ 1 മൈനസ് ഹാഫ് സെറ്റ് റൈസ് ടു മൈനസ് 1 പ്ലസ് അടുത്തത് ഇനീഷ്യൽ കണ്ടീഷൻസിൻ്റെ ഗ്രൂപ്പാണ്. മൈനസ് ഹാഫ് ഇൻറ്റു എക്സ് ഓഫ് മൈനസ് 1 മൈനസ് വൈ ഓഫ് മൈനസ് 1 മൈനസ് ഹാഫ് പുറത്തേക്ക് എടുത്തു. ഡിവൈഡഡ് ബൈ ഇവിടുത്തെ 1 മൈനസ് ഹാഫ് സെറ്റ് റൈസ് ടു മൈനസ് 1 അപ്പുറത്തേക്ക് പോയി. അപ്പോൾ എല്ലാത്തിലും ഇതേ പ്രൊസീജിയർ കേട്ടോ. ഫസ്റ്റ് എന്ത് ചെയ്യണം? സെറ്റ് ട്രാൻസ്ഫോം. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? എക്സ് ഓഫ് സെറ്റും ഇനീഷ്യൽ കണ്ടീഷൻസും റൈറ്റ് സൈഡിലേക്ക്, വൈ ഓഫ് സെറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട ടേംസും ലെഫ്റ്റ് സൈഡിൽ. എന്നിട്ട് വൈ ഓഫ് സെറ്റ് കോമൺ ഫാക്ടറായിട്ട് എടുക്കുക, മറ്റോടത്തെ എക്സ് ഓഫ് സെറ്റ് കോമൺ ഫാക്ടറായിട്ട് എടുക്കുക ഒരു ഗ്രൂപ്പ്. ഇനീഷ്യൽ കണ്ടീഷൻസ് അതിൽ വല്ല കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ അത് വേറൊരു ഗ്രൂപ്പ്. എന്നിട്ട് വൈ ഓഫ് സെറ്റിൻ്റെ കൂടെ കിടക്കുന്ന ടേമിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുക, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ അത് ബൈ വരും. എക്സ് ഓഫ് സെറ്റ് ഗ്രൂപ്പിൻ്റെ അതായത് ഇൻപുട്ടിൻ്റെ ഗ്രൂപ്പിൻ്റെ അടിയിൽ ഈ വൈ ഓഫ് സെറ്റിൻ്റെ കൂടെയുള്ള ഫാക്ടർ, അതേപോലെ തന്നെ ഇൻപുട്ടിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻസിൻ്റെയും ഡിനോമിനേറ്ററായിട്ട് വൈ ഓഫ് സെറ്റിൻ്റെ അവിടെ കിടന്നിരുന്ന ടേം വരും. ഓക്കെ. Then x of z into 1 minus half z raised to minus 1 divided by 1 minus half z raised to minus 1 1 minus half z raised to minus 1 1 minus half z raised to minus 1 cancelled. അപ്പുറത്തേൽ മൈനസ്, അപ്പോൾ അവിടെ എക്സ് ഓഫ് സെറ്റ് മാത്രമായി. മൈനസ് ഹാഫ് ഇൻറ്റു എക്സ് ഓഫ് മൈനസ് 1 മൈനസ് വൈ ഓഫ് മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഹാഫ് സെഡ് റൈസ് ടു മൈനസ് 1. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ ഇൻപുട്ടിൻ്റെയും എക്സ് ഓഫ് സെറ്റിൻ്റെയും ഇനീഷ്യൽ കണ്ടീഷൻസിൻ്റെയും വാല്യൂ കൊടുക്കാം. ഇനി നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസിൻ്റെയും അതുപോലെ തന്നെ എക്സ് ഓഫ് സെറ്റിൻ്റെയും വാല്യൂ കൊടുക്കാം. എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു യു ഓഫ് എൻ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു യു ഓഫ് എൻ ആണെങ്കിൽ എക്സ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു സെഡ് ബൈ സെഡ് മൈനസ് 1 ബൈ ഹാർട്ട് പഠിക്കണം. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് സെഡ് ബൈ സെഡ് മൈനസ് എ ഇസ് ഈക്വൽ ടു എ റൈസ് ടു എൻ യു ഓഫ് എൻ. അപ്പോൾ സെഡ് ബൈ സെഡ് മൈനസ് 1 ഇസ് ഈക്വൽ ടു എന്ന് പറയാം എയുടെ വാല്യൂ 1 അല്ല, 1 റൈസ് ടു എൻ യു ഓഫ് എൻ. 1 റൈസ് ടു 1 എത്രയാ? 1 തന്നെ. 1 റൈസ് ടു എൻ എത്രയാ? 1. 1 ഇൻറ്റു യു ഓഫ് എൻ എത്രയാ? യു ഓഫ് എൻ. അപ്പോൾ എക്സ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു യു ഓഫ് എൻ ആണെങ്കിൽ എക്സ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു സെഡ് ബൈ സെഡ് മൈനസ് 1 അല്ലെങ്കിൽ സെഡ് ബൈ സെഡ് മൈനസ് 1ൻ്റെ ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം ആണ് യു ഓഫ് എൻ, അല്ലെങ്കിൽ യു ഓഫ് എന്നിൻ്റെ സെഡ് ട്രാൻസ്ഫോം ആണ് സെഡ് ബൈ സെഡ് മൈനസ് 1. അത് എപ്പോഴും ബൈ ഹാർട്ട് ചെയ്യണം. അതുകൊണ്ട് എപ്പോഴും അതിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ ഫോർമുല വെച്ച് കണ്ടുപിടിച്ചാൽ മതി. സെഡ് ബൈ സെഡ് മൈനസ് എ റൈസ് ടു എൻ യു ഓഫ് എൻ, അല്ലെങ്കിൽ എ റൈസ് ടു എൻ യു ഓഫ് എൻ്റെ സെഡ് ട്രാൻസ്ഫോം ആണ് സെഡ് ബൈ സെഡ് മൈനസ് എ.
അപ്പോൾ എ റേസ് ടു എൻ യു ഓഫ് എൻ ആണെങ്കിൽ സെഡ് ബൈ സെഡ് മൈനസ് 1 ആണ് വരിക. അപ്പോൾ യു ഓഫ് എന്നിൻ്റെ സെഡ് ട്രാൻസ്ഫോമർ സെഡ് ബൈ സെഡ് മൈനസ് 1 ആണെന്നും സെഡ് ബൈ സെഡ് മൈനസ് 1ൻ്റെ ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോമാണ് യു ഓഫ് എൻ എന്നും എല്ലാവരും ബൈ ഹാർട്ട് അടിക്കുക. ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ടല്ലോ. എക്സ് ഓഫ് മൈനസ് 1 എത്രയാണ്? 0. വൈ ഓഫ് മൈനസ് 1 എത്രയാണ്? 1. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പാക്കി തിരിച്ച് വൈ ഓഫ് സെറ്റിൻ്റെ കൂടെയുള്ള ഫാക്ടർ അപ്പുറത്തേക്ക് കൊണ്ടുപോയതിന് ശേഷം പറ്റാവുന്നതിൻ്റെയൊക്കെ വാല്യൂസ് കൊടുത്തു. എക്സ് ഓഫ് സെറ്റിൻ്റെ വാല്യൂ എത്രയാണ്? സെഡ് ബൈ സെഡ് മൈനസ് 1. വൈ ഓഫ് മൈനസ് 1ൻ്റെ വാല്യൂ എത്രയാണ്? 1. എക്സ് ഓഫ് മൈനസ് 1ൻ്റെ വാല്യൂ എത്രയാണ്? 0. ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടില്ലെങ്കിലോ എല്ലാ ഇനീഷ്യൽ കണ്ടീഷൻസിൻ്റെ വാല്യൂ എന്തായിട്ട് എടുക്കുക? 0. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എക്സ് ഓഫ് സെറ്റിൻ്റെയും ഇനീഷ്യൽ കണ്ടീഷൻസിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ വൈ ഓഫ് സെറ്റ് ആണ് ലെഫ്റ്റ് സൈഡിൽ കിടക്കണേ. ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് സെറ്റിന് പകരം സെഡ് ബൈ സെഡ് മൈനസ് 1 മൈനസ് ഹാഫ് ഇൻറ്റു എക്സ് ഓഫ് മൈനസ് 1ൻ്റെ വാല്യൂ 0 മൈനസ് വൈ ഓഫ് മൈനസ് 1ൻ്റെ വാല്യൂ 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഹാഫ് സെഡ് റൈസ് ടു മൈനസ് 1 ഈസ് ഈക്വൽ ടു സെഡ് ബൈ സെഡ് മൈനസ് 1 പ്ലസ് സെഡ് ബൈ സെഡ് മൈനസ് 1 പ്ലസ്, കാരണം എന്താ? മൈനസ് ഹാഫ് ഇൻറ്റു മൈനസ് 1, മൈനസ് ഹാഫ് ഇൻറ്റു മൈനസ് 1 എന്താ വരിക? പ്ലസ് ഹാഫ് ഡിവൈഡഡ് ബൈ 0 മൈനസ് 1 1 അല്ലേ ന്യൂമറേറ്ററിലെ? മൈനസ് 1 ഇൻറ്റു ഹാഫ് മൈനസ് ഹാഫ്, സോറി മൈനസ് ഹാഫ് ഇൻറ്റു മൈനസ് 1 പ്ലസ് ഹാഫ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ഹാഫ് സെഡ് റൈസ് ടു മൈനസ് 1. അതായത് വൈ ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ പറയാം y1 ഓഫ് സെറ്റ് പ്ലസ് y2 ഓഫ് സെറ്റ്. രണ്ടും സെപ്പറേറ്റ് കാണണം. കാരണം നമുക്ക് നാച്ചുറൽ റെസ്പോൺസും കാണണം, ഫോഴ്സ്ഡ് റെസ്പോൺസ്. ഈ സെഡ് ബൈ സെഡ് മൈനസ് 1 ഏതിൻ്റെ? ഇൻപുട്ടിൻ്റെ. അപ്പോൾ ഫോഴ്സ്ഡ് റെസ്പോൺസ് ആണ് സെഡ് ബൈ സെഡ് മൈനസ് 1ൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് വൈ ഓഫ് സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വൈ ഓഫ് എൻ കിട്ടണമെങ്കിൽ ക്യാപിറ്റൽ വൈ ഓഫ് സെറ്റിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ആണ് സ്മോൾ ലെറ്റർ വൈ ഓഫ് എൻ. അപ്പോൾ സ്മോൾ ലെറ്റർ വൈ ഓഫ് എൻ ഇസ് ഈക്വൽ ടു സെഡ് ഇൻവേഴ്സ് മീൻസ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് y1 ഓഫ് സെറ്റ് പ്ലസ് y2 ഓഫ് സെറ്റ്. y1 ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫംഗ്ഷൻ സെഡ് ബൈ സെഡ് മൈനസ് 1, y2 ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഫംഗ്ഷൻ. അപ്പോൾ y ഓഫ് എൻ ഇസ് ഈക്വൽ ടു സെഡ് റൈസ് ടു മൈനസ് 1 ഇൻറ്റു y1 ഓഫ് സെറ്റ് പ്ലസ് y2 ഓഫ് സെറ്റ്. അതായത് അപ്പോൾ നമുക്ക് പറയാം y ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു y1 ഓഫ് സെറ്റ് പ്ലസ് y2 ഓഫ് സെറ്റ് ആണെങ്കിൽ y ഓഫ് എൻ ഇസ് ഈക്വൽ ടു y1 ഓഫ് എൻ പ്ലസ് y2 ഓഫ് എൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ y1 ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഫംഗ്ഷൻ്റെ y1 ഓഫ് സെറ്റിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ആണ് y1 ഓഫ് എൻ. അപ്പോൾ സെഡ് ഇൻവേഴ്സ് ഓഫ് സെഡ് ബൈ സെഡ് മൈനസ് 1. ഇപ്പോൾ നമ്മൾ പറഞ്ഞുള്ളൂ സെഡ് ബൈ സെഡ് മൈനസ് 1ൻ്റെ ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം ആണ് യു ഓഫ് എൻ, അല്ലെങ്കിൽ യു ഓഫ് എൻ്റെ സെഡ് ട്രാൻസ്ഫോം ആണ് സെഡ് ബൈ സെഡ് മൈനസ് 1. അപ്പോൾ ആദ്യത്തെ ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ y1 ഓഫ് സെറ്റിൻ്റെ ഇൻവേഴ്സ് സെഡ് ട്രാൻസ്ഫോം കിട്ടിക്കഴിഞ്ഞു യു ഓഫ് എൻ. അത് എന്ത് റെസ്പോൺസാണ്? അത് എക്സ് ഓഫ് സെറ്റിൻ്റെ കറസ്പോണ്ടിങ് ആണ്. എക്സ് ഓഫ് സെറ്റിൽ നിന്ന് കിട്ടിയ ആൻസറാണ്. അപ്പോൾ നമ്മളുടെ ഫോഴ്സ്ഡ് റെസ്പോൺസ് ആണ് എന്തെന്ന് പറയുന്നത്? യു ഓഫ് എൻ. ഫോഴ്സ്ഡ് റെസ്പോൺസ് ആണ് യു ഓഫ് എൻ. ഓക്കെ, ദെൻ വാട്ട് ഈസ് y2 ഓഫ് സെറ്റ്? y2 ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? y2 ഓഫ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഡ് ഇൻവേഴ്സ് ഓഫ് 1/2 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഹാഫ് സെഡ് റൈസ് ടു മൈനസ് 1. ഓക്കെ, അത് സാധാരണ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് വെച്ചിട്ട് ചെയ്യുക. എങ്ങനെ ചെയ്യുക? 1/2 ഇൻറ്റു 1/2 ഡിവൈഡഡ് ബൈ, ഇപ്പോൾ നെഗറ്റീവ് പവറിനെ ഏറ്റവും ആദ്യം എന്ത് പവറാക്കി മാറ്റുക? പോസിറ്റീവ് പവറാക്കി മാറ്റുക. പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് വെച്ചിട്ട് അത് വേറെ സൈഡിൽ ഇൻവേഴ്സ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. ഈ സെഡ് ബൈ സെഡ് മൈനസ് 1ൻ്റെയൊക്കെ നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സെഡ് ബൈ സെഡ് മൈനസ് എ എന്ന് കണ്ടു കഴിഞ്ഞാലും എ റൈസ് ടു യു ഓഫ് എൻ. ബാക്കിയുള്ളതിൻ്റെയൊക്കെ സാധാരണ നമ്മൾ 4 മെത്തേഡ് വെച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. കൺവല്യൂഷൻ മെത്തേഡ്, റെസിഡ്യൂ മെത്തേഡ്, ലോങ് ഡിവിഷൻ മെത്തേഡ്, പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ്. ബെറ്റർ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഹാഫ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ഹാഫ് സെഡ് റൈസ് ടു മൈനസ് 1നെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്ത് സെപ്പറേറ്റ് സ്ഥലത്ത് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്തിയാൽ മതി. ഇവിടെ വെച്ച് ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ എന്ത് ചെയ്തു? ആദ്യം നെഗറ്റീവ് പവറിനെ പോസിറ്റീവ് പവറാക്കി. അതെങ്ങനെയാക്കണേ? ന്യൂമറേറ്ററിലെ ഹയസ്റ്റ് നെഗറ്റീവ് പവർ ഇല്ല, ഡിനോമിനേറ്ററിലെ ഹയസ്റ്റ് നെഗറ്റീവ് പവർ സെഡ് റൈസ് ടു മൈനസ് 1 ആണ്. അപ്പോൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെഡ് റൈസ് ടു 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഹാഫ് ഇൻറ്റു സെഡ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ഹാഫ് സെഡ് റൈസ് ടു മൈനസ് 1നെ സെഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ സെഡ് മൈനസ് ഹാഫ്. എന്നിട്ട് പിന്നെ അത് സാധാരണ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നില്ല. അപ്പോൾ എന്നിട്ട് എന്താ പറയുക? അപ്പോൾ ലെറ്റ് എക്സ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു എന്നൊക്കെ പറഞ്ഞ് സൈഡിലിട്ട് ചെയ്യാം. അപ്പോൾ എക്സ് ഓഫ് സെറ്റ് ബൈ സെറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും? ഹാഫ് ഡിവൈഡഡ് ബൈ സെറ്റ് പ്രതിക്കൊണ്ട് ഹാഫ് ഡിവൈഡഡ് ബൈ സെറ്റ് മൈനസ് ഹാഫ്. അപ്പോൾ എന്താ പറയുക? അത് ഹാഫ് എന്നിട്ട് സാധാരണ ചെയ്യണ പോലെ തന്നെ കണ്ടുപിടിക്കാം. അപ്പോൾ എന്താ ചെയ്യുക? ഇപ്പോൾ സെഡ് കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. സെഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്താ കിട്ടിയത്? ഹാഫ് സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് ഹാഫ്. ഇപ്പോൾ നോക്കൂ, സെഡ് ബൈ സെഡ് മൈനസ് എന്നുള്ള ഫോർമാറ്റിലായില്ലേ? അപ്പോൾ ഹാഫ് കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു സെഡ് ബൈ സെഡ് മൈനസ് എന്ന് വെച്ചാൽ എ റൈസ് ടു എൻ യു ഓഫ് എൻ ആണെങ്കിൽ സെഡ് ബൈ സെഡ് മൈനസ് 1/2 എന്താ വരിക? സെഡ് മൈനസ് എയുടെ വാല്യൂ 1/2 ആണ്. അപ്പോൾ എ റൈസ് ടു എൻ യു ഓഫ് എൻ. അപ്പോൾ 1/2 ഇൻറ്റു 1/2 റൈസ് ടു എൻ യു ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 1/2 റൈസ് ടു എൻ യു ഓഫ് എൻ ആണ് ആൻസർ. അങ്ങനെ തന്നെ എഴുതാം. അല്ലെങ്കിൽ 1/2 എന്ന് വെച്ചാൽ 1/2 ഓൾ റൈസ് ടു 1 ഇൻറ്റു 1/2 ഓൾ റൈസ് ടു 1 ഇസ് ഈക്വൽ ടു 1/2 ഓൾ റൈസ് ടു n പ്ലസ് 1 ഇൻറ്റു യു ഓഫ് എൻ. 1/2 all raised to n plus 1 into u of n. അപ്പോൾ y of n is equal to u of n plus half raised to n plus 1 into u of n.
y of n is equal to u of n plus half raised to n plus 1 into u of n. അപ്പോൾ u of n എന്ന് പറയുന്നത് ഫോഴ്സ്ഡ് റെസ്പോൺസ് ആണ്, ഹാഫ് റേസ് ടു n plus 1 into u of n എന്ന് പറയുന്നത് നാച്ചുറൽ റെസ്പോൺസ് ആണ്. അപ്പോൾ y2 ഓഫ്സെറ്റിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്നത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. ഒന്നുകിൽ അത് വേറെ സ്റ്റെപ്പിൽ സൈഡിൽ ചെയ്തിട്ടിട്ട് ഇവിടെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ, അതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ അറിഞ്ഞോളണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ സാധാരണ അങ്ങനെ അറിയാത്തൊരു സൈഡിൽ വേറെ സെപ്പറേറ്റ് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡായിട്ട് ചെയ്യാം. ലെറ്റ് എക്സ് ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു എന്താ പറയുക, ഹാഫ് ഡിവൈഡഡ് ബൈ 1 മൈനസ് ഹാഫ് സെറ്റ് റേസ് ടു -1. എന്നിട്ട് നെഗറ്റീവ് പവറിനെ പോസിറ്റീവ് പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് ന്യൂമറേറ്ററിലത്തെ ഒരു സെറ്റിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. എന്നിട്ട് എ ബൈ ഇത്ര പ്ലസ് ബി ബൈ ഇത്ര എന്നൊക്കെ പറഞ്ഞ് ചെയ്യാൻ ശ്രമിക്കുക. പക്ഷേ ഇവിടെ ഫാക്ടറൈസ് ചെയ്യാനായിട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സിമ്പിളായിട്ട് ചെയ്യണം. ഇവിടെ ഫാക്ടറൈസ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹയസ്റ്റ് നെഗറ്റീവ് പവറിൻ്റെ ഓപ്പോസിറ്റ് സെഡ് റേസ് ടു -1 ആണ് ഹയസ്റ്റ് നെഗറ്റീവ് പവർ. അപ്പോൾ സെഡ് റേസ് ടു 1 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ മുകളിൽ എന്ത് വന്നു, ഹാഫ് സെഡ് ഡിവൈഡഡ് ബൈ അടിയിൽ എന്ത് വന്നു, സെഡ് മൈനസ് ഹാഫ്. അപ്പോൾ സെഡ് കൊണ്ട് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാല്യൂവിൽ വ്യത്യാസമൊന്നും വരുന്നില്ലല്ലോ. ഇനി അതിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം കണ്ടുപിടിച്ചൂടെ, സെഡ് ബൈ സെഡ് മൈനസ് എ എന്നായി, ഹാഫ് ഇൻറ്റു സെഡ് ബൈ സെഡ് മൈനസ് എ. സെഡ് ബൈ സെഡ് മൈനസ് എയുടെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ബൈ ഹാർട്ട് പഠിച്ച് വെച്ചിട്ടുണ്ട്, എ റേസ് ടു എൻ യു ഓഫ് എൻ. അപ്പോൾ ഹാഫ് ഇൻറ്റു സെഡ് ബൈ സെഡ് മൈനസ് 1/2ൻ്റെ 1/2 റേസ് ടു എൻ യു ഓഫ് എൻ. ഇവിടെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് മിനിമം എത്ര ഫാക്ടർ വരണ അടിയിൽ 2 ഫാക്ടർ. ഇവിടെ ആകെ എത്രയേ ഉള്ളൂ, 1 മൈനസ് ഹാഫ് സെഡ് റേസ് ടു -1. ഡിഗ്രി സെഡ് റേസ് ടു -2 അല്ലെങ്കിൽ സെഡ് റേസ് ടു -3 ഒക്കെ വരുന്നതിലേ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. അടിയിലത്തെ മാക്സിമം ഡിഗ്രി സെഡ് റേസ് ടു -1 ആണെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യേണ്ട കാര്യം ഇല്ല. അപ്പോൾ ഹാഫ് ഇൻറ്റു ഹാഫ് റേസ് ടു എൻ മനസ്സിലായില്ലേ. പാർഷ്യൽ ഫ്രാക്ഷൻ ഇവിടെ അപ്ലിക്കബിൾ അല്ല. ഞാൻ ആദ്യം അങ്ങനെ പറഞ്ഞു വെച്ചാലും ഇവിടെ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇവിടെ മാക്സിമം ഹയസ്റ്റ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ സെഡ് റേസ് ടു -1. അപ്പോൾ അതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. സെഡ് റേസ് ടു -2 അല്ലെങ്കിൽ സെഡ് റേസ് ടു -3 ഒക്കെ വരികയാണെങ്കിൽ ഫാക്ടറൈസ് ചെയ്തിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇവിടെ നെഗറ്റീവ് പവറിനെ ഫസ്റ്റ് തന്നെ പോസിറ്റീവ് ആക്കി മാറ്റാം. അപ്പോൾ തന്നെ നമുക്ക് നേരിട്ട് ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലേക്ക് വരും. അപ്പോൾ ഹാഫ് ഇൻറ്റു ഹാഫ് റേസ് ടു എൻ ഇൻറ്റു യു ഓഫ് എൻ. ഹാഫ് ഇൻറ്റു ഹാഫ് റേസ് ടു എന്നുള്ളതിനെ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എ റേസ് ടു എം പ്ലസ് എന്ന് എഴുതാം. അപ്പോൾ ഹാഫ് റേസ് ടു എൻ പ്ലസ് 1 ഇൻറ്റു യു ഓഫ് എൻ. അപ്പോൾ വൈ ഓഫ് എൻ ഇസ് ഈക്വൽ ടു യു ഓഫ് എൻ പ്ലസ് ഹാഫ് റേസ് ടു എൻ പ്ലസ് 1 ഇൻറ്റു യു ഓഫ് എൻ. അപ്പോൾ ആദ്യത്തേത് ഫോഴ്സ്ഡ് റെസ്പോൺസ് ആണ്, രണ്ടാമത്തേത് നാച്ചുറൽ റെസ്പോൺസ് ആണ്. ഇങ്ങനെയാണ് സൊല്യൂഷൻ ഓഫ് ഡിഫറൻസ് ഇക്വേഷൻ. ഇങ്ങനെയാണ് നമ്മൾ സൊല്യൂഷൻ ഓഫ് ഡിഫറൻസ് ഇക്വേഷൻ ചെയ്യുക. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ.